ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വൈകുന്നേരങ്ങളിൽ കഴിക്കാൻ പറ്റിയ ഒരു വിഭവമാണ്. ഏലാഞ്ചി, ലവ് ലെറ്റർ എന്നിങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന ഒരു വിഭവമാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായി മിക്സിയുടെ ജാർ എടുത്ത ശേഷം അതിലേക്ക് 1.5 കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 മുട്ടയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച ശേഷം നന്നായിട്ട് അരച്ചെടുക്കാം. നല്ലപോലെ അരച്ചെടുത്ത ശേഷം ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ രീതിയിലാണ് അരച്ചെടുക്കേണ്ടത്. ഒരു ബൗളിൽ 1 കപ്പ് ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 2 ഏലക്ക പൊടിച്ചത് കൂടി ചേർത്ത ശേഷം ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് കട്ട് ചെയ്തതും കുറച്ച് ഉണക്കമുന്തിരിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഒരുപാട് കരിഞ്ഞു പോവാതെ ഈ രീതിയിൽ വറുത്തെടുക്കുക. ഇനി കലക്കി വെച്ചേക്കുന്ന മാവിൽ ദോശ തയ്യാറാക്കാം. ഇതുപോലെ നല്ല കട്ടി കുറച്ച് തയ്യാറാക്കി എടുക്കുക. ദോശ തയ്യാറാക്കിയെടുക്കാൻ വളരെ കുറച്ച് സമയം മതിയാവും. കരിഞ്ഞു പോവാതെ ശ്രദ്ധിച്ച് ചുട്ടെടുക്കുക. ദോശയെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിട്ടുള്ള മാവിൽ 6 ദോശയാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി റെഡിയായി വന്നിട്ടുള്ള ഓരോ ദോശയിലും നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെ മിക്സ്ചർ വെച്ച് കൊടുക്കാം. ഫില്ലിംഗ് വെച്ച ശേഷം ഇതേപോലെ മടക്കിയെടുക്കുക. 2 സൈഡും ഇതുപോലെ മടക്കി കൊടുക്കുക. അതിനുള്ളിലുള്ള തേങ്ങയൊന്നും പുറത്തേക്ക് പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മടക്കി കൊടുക്കുന്നത്. ഇതുപോലെ എല്ലാ ദോശയും തയ്യാറാക്കിയെടുക്കാം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിനോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ആറ് ദോശയും തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിന് മുകളിലേക്ക് അല്പം തേനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അതിനോടൊപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.